എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സാമിന്റെ നമ്മൾ നടത്തിയ രണ്ടാമത്തെ മോഡൽ എക്സാമിന്റെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എക്സാം എഴുതിയവർ ലെക്ചേഴ്സ് കാണുക, അല്ലാത്തവർ നമ്മുടെ ആപ്പിൽ കയറി ആ എക്സാം അറ്റംപ്റ്റ് ചെയ്തിട്ട് മാത്രം കാണുക. നിങ്ങളുടെ സ്പീഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അത് ഉപകരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇടുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ ഇത്രയും ലെക്ചേഴ്സ് ഓൾമോസ്റ്റ് മാത്സിൻ്റെ എല്ലാ മൊഡ്യൂൾസിൻ്റെ നമ്മൾ അത്യാവശ്യം പ്രോബ്ലംസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സാം അടുത്ത് വരികയാണ്. അപ്പോൾ നമ്മളൊരു കുറച്ച് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും ക്ലാസ്സസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ടൈം അനുസരിച്ച് നമ്മൾ ഇടും. അപ്പം അതനുസരിച്ച് എല്ലാവരും ജസ്റ്റ് ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ അടുത്ത് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ദ ടോട്ടൽ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 24. അപ്പം സബ് ഗ്രൂപ്പുകളുടെ എണ്ണം, സൈക്ലിക് ഗ്രൂപ്പിലെ സബ് ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ആണ്, അല്ലെ? നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ആണ്. ഇനി നമ്പർ ഓഫ് ഡിവൈസേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇതിപ്പോൾ ചെറിയ നമ്പർ 24 ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നേരെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? n എന്ന് പറയുന്ന ഒരു നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക, അല്ലെ? എന്താണ്? P1 raised to N1 into P2 raised to N2 etc. PR raised to NR ആണെങ്കിൽ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഈക്വൽ ടു എന്ത് വരും? N1 plus 1 into N2 plus 1 into etc. NR plus 1 എന്ന് വരും, അല്ലേ? ഇവിടെ നോക്കി, നമുക്ക് 24നെ എങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം? 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 cube into 3 square അല്ലേ? 2 cube into 2 cube എന്ന് പറഞ്ഞാൽ 8 into 3. ഓക്കെ, 2 cube into 3 ആണ് വരുന്നത്. 2 cube into 3 വരും. therefore നമ്പർ ഓഫ് ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഈക്വൽ ടു 3 plus 1 into എന്തെന്ന് വരും? 1 plus 1 which is equal to എത്രയാണ്? 4 into 2 that is 8 എന്ന് കിട്ടും. therefore നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ആണ് എത്ര കിട്ടുന്നത്? 8 ആണ്. അതായത് സബ് ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആയിരിക്കും. അതായത് ഡിവൈസേഴ്സ് ഏതൊക്കെയാണ് 24ന്റെ? 1, 2, അടുത്ത ഏതാണ്? 3 വരും, 4 വരും, 6 വരും, 8 വരും, 12 വരും, 24 വരും, അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8. സോ ടോട്ടൽ സബ് ഗ്രൂപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ GCD ഓഫ് 2526 ആൻഡ് 7654. അപ്പൊ നമ്മളോട് ഇവിടെ GCD കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കി, ഇതൊരു വലിയ ലാർജ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതിലും എളുപ്പം എന്തായിരിക്കും? യുക്ലിഡിയൻ അൽഗോരിതം ആയിരിക്കും. എപ്പോഴും എന്ത് തന്നെയായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ കിട്ടുക? നമുക്ക് യുക്ലിഡിയൻ അൽഗോരിതം ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പത്തിൽ കിട്ടുക. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് 7654നെ എന്ത് ചെയ്യണം? 2526 വെച്ച് ഡിവൈഡ് ചെയ്യണം, അല്ലേ? ദാറ്റ് ഈസ് 7654 ഡിവൈഡഡ് ബൈ 2526 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2526നെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കറക്റ്റ് ആവില്ലേ? 6 18 1 3 into 6 7 3 15 1 3 6 7. സോ 3 വരും ഇവിടെ. ഇവിടെ എന്ത് വരും? 7578 എന്ന് വരും. സോ ബാലൻസ് എത്ര വരും? 14 8 പോയാൽ 6, 4, 14 7 പോയാൽ 7. സോ റിമൈൻഡർ 76 ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 into 2526 പ്ലസ് 76 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? 2526നെ 76 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 2526 ഈക്വൽ ടു, അതിനെ ഡിവൈഡ് ചെയ്താൽ എങ്ങനെ വരും? 2526 ഡിവൈഡഡ് ബൈ 76. സോ 76 കൊണ്ട് എത്ര മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും വരുന്നത്? 76 ഇൻറ്റു 7 14 21 3 ആയിരിക്കില്ലേ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 18 1 21 22 228 എന്ന് വരും, അല്ലേ? 228 എത്ര ടൈംസ് ഉണ്ടായിരുന്നു? 3 ടൈംസ് ഉണ്ടായിരുന്നു. സോ 12 8 പോയാൽ 4, 4 2 പോയാൽ 2, 24 കിട്ടും. സോ 246ലും എത്രയാണ്? 3 ടൈംസ് ആണ്. 228 എന്ന് വരും. റിമൈൻഡർ എത്ര വരും? 16 8 പോയാൽ 8, 3 2 പോയാൽ 1. സോ 18 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 33 into 76 പ്ലസ് 18 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 76നെ 18 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതാം? 76 ഈക്വൽ ടു 18 ഇൻറ്റു എത്രയായിരിക്കും? 18 ഇൻറ്റു 4 ആയിരിക്കില്ലേ? 8 32 3 4 3 7. സോ എങ്ങനെ വരും? 4 ഇൻറ്റു 18 പ്ലസ് എത്ര എന്ന് വരും? റിമൈൻഡർ എത്രയാണ്? 72 ആണ്. 76 ആകുമ്പോൾ 4ഉം കൂടി റിമൈൻഡർ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 18നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. 18നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ എങ്ങനെയാണ്? 4 ഇൻറ്റു 4
പ്ലസ് എത്ര വരും റിമൈൻഡർ 2 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ എന്ത് വരും 4 = 2 × 2 പ്ലസ് 0 എന്ന് വരും. സോ ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ് 2 ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും GCD എന്ന് പറയുന്നത് 2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ യൂക്ലിഡിയൻ അൽഗോരിതത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമുക്ക് അടുത്ത ലൈവ് സെക്ഷൻ വരുമ്പം അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൊല്യൂഷൻ ഓഫ് 7x കോൺഗ്രുവൻ ടു 1 mod 12? 7x കോൺഗ്രുവൻ ടു 1 mod 12 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമ്മൾ ഓപ്ഷൻസ് വെരിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സിന് 5 കൊടുത്തു, പുട്ട് x = 5. അപ്പോൾ എന്ത് വരും നോക്കി, x = 5 വരുമ്പോൾ 7 × 5 35. അതായത് നമുക്ക് എന്താണ് വേണ്ടത്? 7x - 1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 12 ആയിരിക്കണം. സോ എക്സിന് 5 കൊടുക്കുമ്പോൾ എന്ത് വരും? 35 - 1 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 34 ആണ്. 34 എന്ന് പറയുന്നത് എന്തല്ല? ഡിവിസിബിൾ ബൈ 12 അല്ല. സോ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കി, 7 കൊടുക്കുവാണ്, 7 × 7 49. സോ 49 - 1 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 48 ആണ്. 48 എന്ന് പറയുന്നത് എന്താണ്? ഡിവിസിബിൾ ബൈ 12 ആണ്. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. അടുത്തത് 11 കൊടുക്കുമ്പോൾ എന്ത് വരും? 11 × 7 - 1 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 77 - 1 76 ആണ്. 76 എന്ന് പറയുന്നത് എന്തല്ല? ഡിവിസിബിൾ ബൈ 12 അല്ല. സോ ഓപ്ഷൻ സി തെറ്റാണ്. അടുത്തത് 10 കൊടുക്കുമ്പോൾ എന്ത് വരും? 7 × 10 - 1 ഈക്വൽ ടു എന്തെന്ന് വരും? 70 - 1 ദാറ്റ് ഈസ് 69 എന്ന് വരും. 69 എന്ന് പറയുന്നത് എന്തല്ല? ഡിവിസിബിൾ ബൈ 12 അല്ല. സോ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇവിടെ ഏത് മാത്രമേ ട്രൂ ആകുള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ട്രൂ ആകുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലം ഒക്കെ ഡയറക്റ്റ് നമുക്ക് ഓപ്ഷൻ വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് 3x - 2y = 3, 6x + ky = 4 ഹാസ് നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ വരാനുള്ള കെയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നോ സൊല്യൂഷൻ വരണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? നോ സൊല്യൂഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം? റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് എ ബി ആയിരിക്കണം അല്ലെ? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് എ ബി എന്ന് വരണം. അത് എങ്ങനെ വരും? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് എ ബി എന്ന് വരണമെങ്കിൽ എയുടെ റാങ്ക് എന്തായേ പറ്റൂ? എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ റാങ്ക് 1 വരണം. അതുപോലെ റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് എ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 2 ആയിരിക്കണം. കാരണം എന്താണ്? ഇവിടെ നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 3 - 2 6 k, പിന്നെ ഏതാ വരുന്നത്? 3 4. ഓഗ്മെന്റഡ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഇതായിരിക്കും. സോ എ എന്ന് പറയുന്ന മെട്രിക്സിന് റാങ്ക് വരാനുള്ള പോസിബിലിറ്റി ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ 2 വരാം, അല്ലെങ്കിൽ 1 വരാം. 2 വന്നാൽ, എക്ക് 2 വന്നാൽ ഓഗ്മെന്റഡ് എ ബിയും ഉറപ്പായിട്ടും എന്ത് തന്നെയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ അവിടെ എന്തായിരിക്കും? യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. സോ പിന്നെ ഒരു പോസിബിലിറ്റി ഏതാണ്? എ എന്ന് പറയുന്ന മെട്രിക്സിന് റാങ്ക് 1 വരണം. അപ്പോൾ ഓഗ്മെന്റഡ് എ ബിയുടേത് എന്ത് വരണം? 2 വരണം. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ റാങ്ക് 1 വരണമെങ്കിൽ എന്താണ്? ഈ ഒരു 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? 0 കിട്ടണം. അതായത് 3 - 2 6 k എന്ന് പറയുന്നത് എന്ത് വരണം? 0 വരണം. ദാറ്റ് ഈസ് 3k - 6 × -2 ഈക്വൽ ടു എന്തെന്ന് വരണം? 0 എന്ന് വരണം. ദാറ്റ് ഈസ് 3k + 12 ഈക്വൽ ടു എന്താണ്? 0 വരണം. ദെയർഫോർ 3k ഈക്വൽ ടു എന്തായിരിക്കണം? -12 ആയിരിക്കണം. k ഈക്വൽ ടു -12/3 -4 എന്ന് കിട്ടണം. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the set 1 1 0 1 - 1 1 x 0 1 is linearly dependent in R3 for x. എക്സിന്റെ ഏത് വാല്യൂസിനാണ് ഇത് ലീനിയർലി ഡിപ്പെൻഡന്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് ആയിട്ട് എഴുതുക. ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. നോൺ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലീനിയർലി ഡിപ്പെൻഡന്റ് ആവാനുള്ള വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓരോ വെക്ടറുകളെയും നമ്മൾ എന്ത് എഴുതുക? ഓരോ റോയോ കോളോ എങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. കാരണം ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും അതിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല. 1 1 0 1 - 1 1 x 0 1 അല്ലെ? ഈ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെ 0 ആകാനുള്ള എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെ വരും? 1 × -1 - 0 -1 × എന്ത് വരും? 1 - x ഈക്വൽ ടു എന്തെന്ന് വരും? 0 എന്ന് വരും. ദാറ്റ് ഈസ് -1 - 1
പ്ലസ് എക്സ് ഈക്വൽ ടു എന്ത് വരും 0 എന്ന് വരും. ദാറ്റ് ഈസ് -2 പ്ലസ് എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും 2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ റാങ്ക് ഓഫ് ദ ലീനിയർ ട്രാൻസ്ഫർമേഷൻ R4 to R4 given by T of x, y, z, w equal to x minus y, x minus 2y, x minus 3y, x minus 4y. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ ടി ഓഫ് എക്സ് വൈ സെഡ് ഡബ്ല്യു ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് നള്ളിറ്റി വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് ബേസിസ് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ സ്റ്റാൻഡേർഡ് ബേസിസ് വെച്ചാണെങ്കിൽ എന്താണ് ടി ഓഫ് 1 0 0 0 എന്ന് പറയുന്നത് എന്ത് വരും? എക്സിന് 1 കൊടുക്കുമ്പം 1 1 1 1 എന്ന് വരും അല്ലേ. അടുത്തതോ ടി ഓഫ് 0 1 0 0 എന്ന് പറയുന്നത് എന്ത് വരും? വൈക്ക് 1. അപ്പോൾ എന്ത് വരും? 0 - 1, ദാറ്റ് ഈസ് -1 -2 -3 -4. അടുത്തതോ ടി ഓഫ് 0 0 1 0 എന്ത് വരും? എല്ലാം 0 ആയി പോകും അല്ലേ, കാരണം ഇമേജിനകത്ത് ഇസഡിന്റെ ടൈം ഒന്നുമില്ല. ലാസ്റ്റ് വണ്ണോ ഡബ്ല്യൂയിലുള്ളതാണ്, അവിടെയും എന്താണ് ഇമേജിനകത്ത് ഏതിന്റെ ടേംസ് ഒന്നുമില്ല, ഡബ്ല്യുവിന്റെ ടേംസ് ഒന്നുമില്ല. സോ എല്ലാം 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് എങ്ങനെ വരും? നമുക്ക് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 1 1 1 1, സെക്കൻഡ് കോളം എന്ന് പറയുന്നത് എന്താണ്? -1 -2 -3 -4, ലാസ്റ്റ് 2 കോളം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ നോക്കി, ഈ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും എന്താണ്? ഈ ഒരു 2/2 മൈനർ എന്ന് പറയുന്നത് എന്താണ്? നോൺ സീറോ ആണ് അല്ലെ. ഈ ഒരു 2/2 മൈനറിന്റെ ഡിറ്റർമിനന്റ് എത്ര വരും? -2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? -1 എന്ന് കിട്ടും. സോ ഒരു 2/2 മൈനറിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിട്ട് കിട്ടി. സോ റാങ്ക് ഈക്വൽ ടു എത്രയായിരിക്കും? 2 ആയിരിക്കും വരുന്നത്. കാരണം ഇവിടെ 4/4 മൈനർ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താണ്? ഇതിന്റെ ഒരു കോളം ഫുള്ള്, 2 കോളം ഫുള്ള് 0 ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് ഇതിൽ നിന്ന് ഡയറക്റ്റ് പറയാം അല്ലെ. ഈ 2 കോളം ഫുള്ള് 0 ആയതുകൊണ്ട് റാങ്ക് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. ഇനി 2 വരുമോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ. 2 വരുമോ എന്ന് നോക്കാനായിട്ട് ഏതെങ്കിലും 2/2 മൈനർ നോൺ സീറോ കിട്ടുവാണെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. സോ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എ എന്ന് പറയുന്നത് ഒരു 2/2 റിയൽ മെട്രിക്സ് വിത്ത് ട്രേസ് -7 ആണ്. സോ അതുപോലെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രേസ് ഓഫ് a² ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 ഐഗൺ വാല്യൂ ഉണ്ടെങ്കിൽ λ1 + λ2 ആണെന്ത്? ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത്. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? λ1 × λ2 ആയിരിക്കും അല്ലെ. λ1 × λ2 ആയിരിക്കും എന്ത്? ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കി, നമുക്ക് അറിയാം ട്രേസ് ഓഫ് a² ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ട്രേസ് ഓഫ് a² ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ട്രേസ് ഓഫ് a² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? λ1 ഉം λ2 ആണ് ഐഗൺ വാല്യൂ എങ്കിൽ ട്രേസ് ഓഫ് a² എന്ന് പറയുമ്പോൾ എന്ത് വരും? λ1² + λ2² ആയിരിക്കും. കാരണം എന്താണ്? എയുടെ ഐഗൺ വാല്യൂ λ1 ഉം λ2 ഉം ആണെങ്കിൽ a²ന്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? λ1² ഉം λ2² ആയിരിക്കും അല്ലേ. സോ നമുക്ക് ട്രേസ് ഓഫ് a² ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് λ1² + λ2² ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം λ1 + λ2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? λ1² + λ2² + 2 ടൈംസ് λ1 λ2 ആണ്. നമുക്ക് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? λ1 + λ2 ആണ്. അത് എത്രയാണ്? -7 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? -7ന്റെ സ്ക്വയർ ഈക്വൽ ടു λ1² + λ2² + 2 ടൈംസ് λ1 λ2 എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ആണ്. അത് എത്രയാണ്? 6 ആണ്. സോ നമുക്ക് എങ്ങനെ വരും? 49 ഈക്വൽ ടു λ1² + λ2² + 12 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് λ1² + λ2² ഈക്വൽ ടു എത്ര എന്ന് വരും? 49 - 12 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 37 എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ 2 യൂണിറ്റ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഓർഡറിൽ തന്നെയാണ് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം.
ഫസ്റ്റ് വണ് നമ്പർ തിയറി ആൻഡ് ഓൾജിബ്രയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു GCD ചോദിക്കാനുള്ള, നമ്മൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ പാറ്റേൺ വെച്ചാണെങ്കിൽ GCD ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇസഡിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സൈക്ലിക് ഗ്രൂപ്പുകളുടെ ഓർഡർ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ്, അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ ഓർഡർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തേതിനകത്തുനിന്ന് GCDയുടേത് നമ്മുടെ അടുത്ത് GCD അല്ലെങ്കിൽ LCM ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓൾസോ കോൺഗ്രുവൻസിന്ന് ഈ ഒരു ടൈപ്പ് ചോദ്യമായിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ദെൻ പെർമ്യൂട്ടേഷന്റെ ഏത് വേണമെങ്കിലും ചോദിക്കാം. കൂടുതലും സാധ്യത ഏതാണ്? പെർമ്യൂട്ടേഷന്റെ ഓർഡർ കണ്ടുപിടിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ ചോദിക്കാനായിട്ട്. അതുപോലെ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ വെക്ടർ സ്പേസിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ലീനിയർലി ഡിപ്പെൻഡന്റോ അല്ലെങ്കിൽ എന്താണ് ഇൻഡിപെൻഡന്റോ, അതോ അല്ലെങ്കിൽ എന്താണ് വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ലീനിയർ ട്രാൻസ്ഫർമേഷനിൽ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഡയമെൻഷൻ, ഏതെങ്കിലും റാങ്ക് കണ്ടുപിടിക്കാം, നള്ളിറ്റി കണ്ടുപിടിക്കാം, അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. 1 ആണോ 1 ആണോ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പിന്നെ ഐഗൺ വാല്യൂ നിന്ന് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണോന്ന് സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും മെട്രിക്സ്, അല്ലെങ്കിൽ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ഇടുക. നമുക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നമുക്ക് ക്ലാസ് ഇത്ര നമ്മൾ കഷ്ടപ്പെട്ട് എടുക്കുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് ഒരു ഉപകാരമായെന്നാലും നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് 1 2 3 4, ബി എന്ന് പറയുന്നത് ABC എന്നും പറഞ്ഞ് നമുക്ക് 2 സെറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സർജക്റ്റീവ് ഫംഗ്ഷൻസ് ഫ്രം A to B ആണ് ചോദിച്ചിരിക്കുന്നത്. സർജക്റ്റീവ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ ഒരു എ എന്ന് പറയുന്ന സെറ്റ്, അതിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത്, കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എമ്മും കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എന്നും ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള സർജക്റ്റീവ് ഫംഗ്ഷൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S of m, n ആണ്. And it is equal to summation k equal to 0 to n minus 1 raised to k into nck, അതായത് കോമ്പിനേഷന്റെ nck ഇൻറ്റു എന്ത് വരും n മൈനസ് കെ ഓൾ പവർ m എന്ന് വരും. ഒരു ഇത് വെച്ചാണ് നമ്മൾ നമ്പർ ഓഫ് സർജക്റ്റീവ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ m എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ m എന്ന് പറയുന്നത് 4 ആണ്, n എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലെ. 4 എലമെന്റ് സെറ്റിൽ നിന്നും 3 എലമെന്റ് സെറ്റിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? S of 4, 3 ആണ്. ദാറ്റ് ഈസ് സമ്മേഷൻ k ഈക്വൽ ടു 0 to n എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്, മൈനസ് 1 റൈസ് ടു k ഇൻറ്റു n c k. n എന്ന് പറയുന്നത് എത്രയാണ്? n എന്ന് പറയുന്നത് 3 ആണ്. സോ 3k ഇൻറ്റു 3 മൈനസ് k ഓൾ പവർ m. m എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് k ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 3c0 ഇൻറ്റു 3 മൈനസ് 0 ഓൾ പവർ 4. k ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എന്ത് വരും? k ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ മൈനസ് ആകും അല്ലെ. മൈനസ് 3c1 ഇൻറ്റു എന്തെന്ന് വരും? 3 മൈനസ് 1 ഓൾ പവർ 4. അടുത്തത് k ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എന്ത് വരും? പ്ലസ് ആകും. പ്ലസ് എന്തെന്ന് വരും? 3. അടുത്തത് എന്ത് വരും? 3 മൈനസ് 2 ഓൾ പവർ 4. അടുത്തത് k ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ എന്ത് വരും? പ്ലസ് 3c3 ഇൻറ്റു 3 മൈനസ് 3 ഓൾ പവർ 4 എന്ന് വരും അല്ലെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 3c0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ 1 ഇൻറ്റു എന്തെന്ന് വരും? 3 റൈസ് ടു 4 എന്ന് വരും. മൈനസ് 3c1 എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു 3 മൈനസ് 1 2 റൈസ് ടു 4 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. പ്ലസ് 3c2 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1 വരും. 1 പവർ 4 എന്ന് വരും. പ്ലസ് 3c3 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. 1 ഇൻറ്റു എന്തെന്ന് വരും? 0 റൈസ് ടു 4. അത് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ വരും? 3 റൈസ് ടു 4 ദാറ്റ് ഈസ് 81 മൈനസ് 3 ഇൻറ്റു 16 16 ഗുണം 3 48 എന്ന് വരും അല്ലെ. 48 പ്ലസ് എത്ര എന്ന് കിട്ടും? പ്ലസ് 3 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ്?
33 പ്ലസ് 3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 36 ആണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. സോ നമ്പർ ഓഫ് സർജക്റ്റീവ് ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് എന്താണ്? എസ് ഓഫ് എം എൻ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 റൈസ് ടു കെ ഇൻറ്റു എൻ സി കെ ഇൻറ്റു എൻ മൈനസ് കെ ഓൾ പവർ എം എന്ന് വരും അല്ലേ. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഇതിൽ എം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സെറ്റിന്റെ കാർഡിനാലിറ്റി, എൻ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് സെറ്റിന്റെ കാർഡിനാലിറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒത്തിരി വലുതാണെന്ന് തോന്നും, പക്ഷെ ഇത് വലുതല്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ആ 20 പ്രോബ്ലം ചെയ്തിരിക്കുന്നത് അറൌണ്ട് 40 മിനിറ്റ് കൊണ്ടാണ്. അത് പക്ഷെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമുക്ക് 40 മിനിറ്റ് എടുത്തത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, നമുക്ക് 30 മിനിറ്റ്സിൽ താഴെ മതി പ്രോബ്ലം ചെയ്യാൻ. ഒരു 25 മിനിറ്റ് മതി നമുക്ക് മാക്സിമം അതിനുള്ളിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പ് പ്രോബ്ലം, അതായത് നമ്പർ ഓഫ് സർജക്റ്റീവ് ഫംഗ്ഷൻസ്, നമ്പർ ഓഫ് ഫംഗ്ഷൻസ്, അതുപോലെ നമ്പർ ഓഫ് റിലേഷൻസ്, നമ്പർ ഓഫ് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ പൈ എക്സ് ബൈ എക്സ്. ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്കൊരു 10-20 സെക്കൻഡ് പോലും വേണ്ട അല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ പൈ ഇൻറ്റു 0. അപ്പൊ എത്ര വരും? സൈൻ 0 ഡിവൈഡഡ് ബൈ 0 എന്ന് വരും. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0, സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ്. സോ കോസ് പൈ എക്സ് ഇൻറ്റു എന്തെന്ന് വരും? പൈ എന്ന് വരും. ഡിവൈഡഡ് ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 എന്ന് വരും. അഗെയിൻ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? കോസ് 0 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും? പൈ എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഇന്റഗ്രൽ ഓഫ് ഇന്റഗ്രൽ എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ റൂട്ട് എക്സ് പ്ലസ് 1, റൂട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഉള്ളിലുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ ചെയ്യാം? എക്സ് പ്ലസ് 1 ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം? യു എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി എക്സ് എന്ന് പറയുന്നത് ഡി യു ആയിരിക്കും. അതുപോലെ എക്സ് പ്ലസ് 1 ഈക്വൽ ടു യു ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? യു മൈനസ് 1 ആയിരിക്കും അല്ലേ. സോ ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഇന്റഗ്രൽ എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 ഡി എക്സ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ എക്സിന് പകരം എന്തെന്ന് കൊടുക്കാം? യു മൈനസ് 1 എന്ന് കൊടുക്കാം. ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 1 പകരം എന്തെന്ന് വരും? യു എന്ന് വരും. ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി യു ആയിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ യു മൈനസ് 1 ഇൻറ്റു റൂട്ട് യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? യു റൈസ് ടു 1/2 ആണ്. ഡി യു എന്ന് വരും. ഇനി ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? യു ഇൻറ്റു യു റൈസ് ടു 1/2 എത്ര എന്ന് വരും? യു റൈസ് ടു 3/2 എന്ന് വരും. മൈനസ് യു റൈസ് ടു 1/2 ഡി യു എന്ന് കിട്ടും അല്ലേ. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? യു റൈസ് ടു 3/2 ഇന്റഗ്രേറ്റ് ചെയ്താൽ യു റൈസ് ടു 5/2 ഡിവൈഡഡ് ബൈ 5/2 എന്ന് വരും. മൈനസ് യു റൈസ് ടു 1/2 ആകുമ്പോഴോ യു റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് കിട്ടും അല്ലേ. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2/5 മേളിലേക്ക് പോകും. 5/2 മേളിലേക്ക് ചെല്ലുമ്പോൾ എന്താകും? 2/5 ഇൻറ്റു യു റൈസ് ടു 5/2 പ്ലസ് മൈനസ് 2/3 ഇൻറ്റു യു റൈസ് ടു 3/2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/5 ഇൻറ്റു യുവിന് പകരം എന്തെന്ന് കൊടുക്കാം നമുക്ക്? യു എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. സോ എന്ത് വരും? എക്സ് പ്ലസ് 1 ഓൾ റൈസ് ടു 5/2 മൈനസ് 2/3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഓൾ റൈസ് ടു 3/2 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് വരും. അങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ നോക്കി? 2/5 ഇൻറ്റു എക്സ് പ്ലസ് 1 ഓൾ റൈസ് ടു 5/2 മൈനസ് 2/3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഓൾ റൈസ് ടു 3/2 പ്ലസ് സി എന്ന് വരും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഈ ടൈപ്പ് വരുവാണെങ്കിൽ, റൂട്ടിന്റെ ഉള്ളിൽ ഏതെങ്കിലും വരുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ റൂട്ടിനുള്ളിൽ കിടക്കുന്നതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇസഡ് എന്താണെന്ന് നമുക്കറിയാം. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x ഐ വൈ പ്ലസ് ഐ വൈയുടെ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ്. സോ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy എന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ
ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അതുപോലെ വി ഈക്വൽ ടു എന്താണ്? 2xy ആണ്. സോ യു എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും. യു വൈ എന്ന് പറയുന്നത് എന്താണ്? -2y ആണ്. സിമിലർലി വി എക്സ് എന്ന് പറയുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y എന്ന് വരും. വി വൈ എന്ന് പറയുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x എന്ന് കിട്ടും. സോ നമുക്കറിയാം ഒരു ഏതാണ് ഒരു ഫംഗ്ഷൻ തന്നിട്ടത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും അതുപോലെ തന്നെ കണ്ടിന്യൂസും ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അത് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. ഇവിടെ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? CR ഇക്വേഷൻ ഏതാണ്? UX ഈക്വൽ ടു VY ആയിരിക്കണം, UY ഈക്വൽ ടു -VX ആയിരിക്കണം. ഇവിടെ നോക്കി UX എന്താണ്? 2x ആണ്. VY എന്താണ്? 2x ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ UY ഈക്വൽ ടു എന്താണ്? -2y ആണ്. VX എന്ന് പറയുന്നത് എന്താണ്? 2y ആണ്. അപ്പോൾ എന്താണ്? -VX എന്ന് പറഞ്ഞാൽ -2y എന്ന് വരും. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസും ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? f of z ഈക്വൽ ടു z² എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ എവരിവെയർ ഇൻ C ആണ്. സോ ഓപ്ഷൻ C ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? CR ഇക്വേഷൻ ഉള്ളി അറ്റ് ഒറിജിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ഡിഫറൻഷ്യബിൾ അലോങ് എക്സ് ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ ആണ്. ഓക്കെ, നെക്സ്റ്റ്, the real part of the analytic function is given by e raised to minus y into cos x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് u ഈക്വൽ ടു എന്താണ്? e raised to minus y into cos x ആണ്. സോ യു എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? യു എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? -sin x ആണ്. സോ -e⁻−y ഇൻറ്റു സൈൻ എക്സ് എന്ന് വരും. ഇനി യു വൈ എന്ന് പറയുമ്പോൾ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ എക്സിന്റെ ടൈംസ് ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എന്ത് വരും? e⁻−y എന്താണ്? -e⁻−y ഇൻറ്റു എന്തെന്ന് വരും? കോസ് എക്സ് എന്ന് വരും. ഇനി നമുക്കറിയാം ഒരു അനലറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ അത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് യു എക്സ് ഈക്വൽ ടു വി വൈ ആയിരിക്കും. അതുപോലെ യു വൈ ഈക്വൽ ടു എന്തായിരിക്കും? -vx ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം? യു എക്സ് നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് നമുക്ക് വി വൈ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? -e⁻−y സൈൻ എക്സ് എന്ന് എഴുതാം. സോ വി വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? e⁻−yയുടെ ഇൻ്റഗ്രൽ എന്താണ്? e⁻−y ഡിവൈഡഡ് ബൈ -1 എന്ന് വരും. മൈനസും മൈനസും കൂടി പ്ലസ് ആയി എന്ത് കിട്ടും നമുക്ക്? e⁻−y ഇൻറ്റു സൈൻ എക്സ് പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് ഏത് വരും? എക്സ് വരും അല്ലേ? ഇനി സിമിലർലി യു വൈ ഈക്വൽ ടു -vx ആണ്. സോ വി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? -uy എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസും മൈനസും പ്ലസ് ആയി എന്ത് കിട്ടും നമുക്ക്? e⁻−y cos x എന്ന് വരും. ദെർഫോർ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ എക്സ് ആണ്. സോ e⁻−y ഇൻറ്റു സൈൻ എക്സ് പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വിയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഈക്വൽ ടു e⁻−y ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ z² - 4 ഡിവൈഡഡ് ബൈ z² + 4 dz ഇവാലുവേറ്റഡ് ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ അലോങ് ദ സർക്കിൾ mod z - i ഈക്വൽ ടു 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ സിംഗുലാരിറ്റി വരുന്ന എവിടെയൊക്കെ ആയിരിക്കും? z² + 4 0 വരുന്ന പോയിന്റ്. ദാറ്റ് ഇംപ്ലൈസ് z² ഈക്വൽ ടു എന്തെന്ന് വരണം? -4 എന്ന് വരണം. ദാറ്റ് ഈസ് z ഈക്വൽ ടു എന്തെന്ന് വരും? +or-2i എന്ന് വരും. സോ z ഈക്വൽ ടു 2iയും z ഈക്വൽ ടു -2iയും ആണ് നമ്മുടെ സിംഗുലാരിറ്റീസ്. അപ്പോൾ അത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് 2i - i എത്ര എന്ന് വരും? മോഡുലസ് ഓഫ് i എന്ന് വരും. മോഡുലസ് ഓഫ് iയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അത് ലെസ് ദാൻ നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? 2i എന്ന് പറയുന്നത് ഇൻസൈഡ് ആണ്. സിമിലർലി -2i കൊടുക്കുമ്പോഴോ -2i - i എന്ന് വരുമ്പോൾ എന്ത് വരും? മോഡുലസ് ഓഫ് -3i എന്ന് വരും. മോഡുലസ് ഓഫ് -3i എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. അത് ഗ്രേറ്റർ ദാൻ എത്രയാണ്? 2 ആണ്. ദാറ്റ് ഇംപ്ലൈസ് -2i എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി ഇവിടെ നമുക്ക് എങ്ങനെ വരും? വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമുക്ക് റെസിഡ്യൂ വെച്ച് ചെയ്യാം. ദെർഫോർ റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് 2i കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താണ്? 2i മാത്രമേ ഇൻസൈഡ് ഉള്ളൂ. ദിസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? റെസിഡ്യൂ ഓഫ് എഫ് അറ്റ് 2i എന്ന് പറയുമ്പോൾ ലിമിറ്റ് z ടെൻഡിങ് ടു 2i z - 2i ഇൻറ്റു എന്ത് വരും? എഫ് ഓഫ് z എന്ന് വരും. എഫ് ഓഫ് z എന്താണ്? z² - 4 ഡിവൈഡഡ് ബൈ z + 2i ഇൻറ്റു z - 2i എന്ന് നമുക്ക് ഡിനോമിനേറ്ററിനെ എഴുതാം.
സോ ഇവിടുന്ന് ഇത് രണ്ടും കട്ടായി പോകും. ഇസഡിന് 2y കൊടുക്കുമ്പോൾ എന്ത് വരും? 2y സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 4i എന്ന് വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 2iയുടെ സ്ക്വയർ എത്രയാണ്? 4i സ്ക്വയർ ആണ്. ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. സോ നമുക്ക് ഇങ്ങനെ വരും, ദാറ്റ് ഈസ് -8 ഡിവൈഡഡ് ബൈ 4i എന്ന് വരും. രണ്ടിടത്തും i വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? -8 ഇൻറ്റു i ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു i എന്ന് പറയുമ്പോൾ എന്ത് വരും? ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും? 8i/4 വിച്ച് ഈസ് ഈക്വൽ ടു 2i എന്ന് കിട്ടും. സോ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രൽ ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂ ആണ്. സം ഓഫ് റെസിഡ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2i എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ എത്ര എന്ന് വരും? 2i എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 ഇൻറ്റു 2 4 ദാറ്റ് ഈസ് 4πi സ്ക്വയർ. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. സോ നമുക്ക് എന്തെന്ന് കിട്ടും? -4π എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇഫ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു cos 1/z ദെൻ ദ പോയിന്റ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സിംഗുലാരിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം cos ഇസഡിന്റെ എക്സ്പാൻഷൻ എന്താണ്? cos ഇസഡ് എന്ന് പറഞ്ഞാൽ 1 - z² / 2 പ്ലസ് z⁴/4 മൈനസ് എക്സെട്ര എന്ന് വരും. സിമിലർലി നിങ്ങൾ സൈൻ ഇസഡിൻ്റെയും ഒക്കെ പഠിച്ചു വെക്കുക. സൈൻ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? z - z³ / 3 പ്ലസ് z⁵5/5 മൈനസ് എക്സെട്ര ആണ്. അങ്ങനെയാണെങ്കിൽ cos 1/z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? cos 1/z എന്ന് പറഞ്ഞാൽ 1 - 1/2 ഇൻറ്റു 1/z² പ്ലസ് 1/4 ഇൻറ്റു 1/z⁴ മൈനസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അതായത് ഇവിടെ 1/zന്റെ എന്തുണ്ട്? 1/zന്റെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. സോ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിരിക്കും. പോൾ ആകണമെങ്കിൽ എന്താണ്? 1/zന്റെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതൊരു പോൾ ആണെന്ന് പറയാം. 1/zന്റെ ടേംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അതൊരു റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന് പറയാം. സോ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ദ സീരീസ്? അല്ല, ഫോൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അബൌട്ട് ദ സെറ്റ് ഈസ് ഫാൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് കൗണ്ടബിൾ. കറക്റ്റ് ആണ്, നാച്ചുറൽ നമ്പർ കൗണ്ടബിൾ ആണ്. ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഈസ് അൺകൗണ്ടബിൾ. തെറ്റാണ് അല്ലേ? കാരണം ഇൻറ്റിജർ നമുക്കറിയാം നാച്ചുറൽ നമ്പർ കൗണ്ടബിൾ ആണ്, ഇൻറ്റിജേഴ്സ് കൗണ്ടബിൾ ആണ്, റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്. ഇറാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സും ആണ് അൺകൗണ്ടബിൾ ആയിട്ട് വരുന്നത്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് 6 എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ. ഇത് ശരിയാണ്. അതുപോലെ സെറ്റ് ഓഫ് ഓൾ ഓൾജിബ്രായിക് നമ്പേഴ്സ് കൗണ്ടബിൾ ആണ്, അതും ശരിയാണ്. സോ ഏതായിരിക്കും തെറ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി മാത്രമേ തെറ്റായിട്ട് വരുന്നുള്ളൂ. സോ ഇതായിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/(1/2n) ഓൾ പവർ n+1 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + x/n ഓൾ പവർ n എന്ന് പറയുന്നത് എന്താണ്? e⁻x ആണ്. ഇത് നമ്മൾ ക്ലാസ്സിലൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 + x/n ഓൾ പവർ n എന്ന് പറയുന്നത് എന്താണ്? e⁻x ആണ്. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാനായിട്ട് പറ്റും? ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം നോക്കി. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 - 1/2n ഓൾ റേസ് ടു n+1 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 - 1/2n ഇൻറ്റു 1 - ഓൾ പവർ n ഇൻറ്റു 1 - 1/2n എന്ന് എഴുതാം അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഇവിടെ അഗെയിൻ ഞാൻ ഇതിനെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് ഈ -1/2 ന്യൂമറേറ്ററിൽ എഴുതി ഡിവൈഡഡ് ബൈ n ഓൾ പവർ n ഇൻറ്റു 1 - 1/2n എന്ന് എഴുതി. ഓക്കെ, 1/2n എന്ന് എഴുതി. ഇനി നോക്കിയേ, ഇതിപ്പം 1 + x/n ഓൾ പവർ n എന്നുള്ള ഫോമിലായില്ലേ? സോ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ഇതെന്ത് വരും? ഇവിടെ മൈനസ് ഉണ്ടല്ലോ അല്ലേ? മൈനസ് ഉണ്ട്. e⁻x എന്നുള്ള ഫോമിൽ വരും. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്താണെന്നേ ഉള്ളൂ? -1/2 ആണെന്നേ ഉള്ളൂ. സോ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? e⁻ -1/2 ആയിരിക്കും. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ഇത് എവിടേക്ക് പോകും? 0യിലേക്ക് പോകും. സോ ഇതിന്റെ വാല്യൂ എത്ര എന്ന് കിട്ടും? നമുക്ക് 1 എന്ന് കിട്ടും. സോ ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് e⁻ -1/2 എന്ന് വരും. e⁻ -1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/e⁻1/2 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 1/√e എന്ന് വരും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്.
ഓക്കെ. നെക്സ്റ്റ് വൺ, ദ സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity മൈനസ് 1 n ഡിവൈഡഡ് ബൈ റൂട്ട് n. ഇത് ഏത് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ലെബനീസ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ an എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ an+1 ആണോ എന്ന് നോക്കുക. ഇവിടെ an എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√n ആണ്. സോ 1/√n എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/√n ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 1/√n+1 ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? √n എന്ന് പറയുന്നത് ലെസ് ദാൻ √n+1 ആണെന്ന് നമുക്കറിയാം. സോ 1/√n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1/√n+1 ആയിരിക്കും. അതുപോലെ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/√n എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബൈ ലെബനീസ് ടെസ്റ്റ് ഈ സീരീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ എന്നാണ് അറിയേണ്ടത്. അതിന് മോഡുലസ് സീരീസ് നോക്കണം. മോഡുലസ് എടുക്കുമ്പോൾ എന്ത് വരും? -1/n എന്ന് പറയുന്നത് 1 ആയി പൊക്കോളും. സോ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സീരീസ് ഏതാണ്? സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/√n എന്ന് കിട്ടും. 1/√n എന്ന് പറയുമ്പോൾ എന്ത് വരും? സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n⁻² എന്ന് കിട്ടും. നമുക്കറിയാം സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1/n⁻p ഈസ് കൺവേർജന്റ് എപ്പോഴാണ്? കൺവേർജന്റ് ആകുന്ന എപ്പോഴാണ്? n ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ. ഡൈവേർജന്റ് ആകുന്ന എപ്പോഴാണ്? ഡൈവേർജന്റ് വെൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ അതെന്തായിരിക്കും? ഡൈവേർജന്റ് ആയിരിക്കും. ഇവിടെ n ഈക്വൽ ടു 1/2 അല്ല, ഏതാണ് വരുന്നത്? n അല്ല, p ആണ്. ഓക്കെ, p ഗ്രേറ്റർ ദാൻ 1, p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ p ലെസ് ദാൻ 1 ആണ് ഇവിടെ കിട്ടുന്നത്. സോ മോഡുലസ് സീരീസ് എന്ന് പറയുന്നത് എന്തല്ല? അബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ല. സോ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? കൺവേർജന്റ് ആണ്, പക്ഷേ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ല. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ റീമാൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ a b? മോഡ് f of x ഈസ് റീമാൻ ഇന്റഗ്രബിൾ ദെൻ f of x ഈസ് ഓൾസോ റീമാൻ ഇന്റഗ്രബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് തെറ്റാന്ന് കാണിക്കാം. f of x ഈക്വൽ ടു എന്തെടുത്താൽ മതി? -1 if x ഈസ് റാഷണൽ, അതുപോലെ തന്നെ 1 if x ഈസ് ഇറാഷണൽ. ഇതാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. സോ മോഡെക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? നമുക്ക് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ എന്താണ്? മോഡെക്സ് റീമാൻ ഇന്റഗ്രബിൾ ആണ്, എഫ് ഓൾസോ റീമാൻ ഇന്റഗ്രബിൾ എന്നുള്ളത് അപ്പോൾ അവിടെ തെറ്റായി പോകും. ഇനി ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് റീമാൻ ഇന്റഗ്രബിൾ ദെൻ എഫ് സ്ക്വയർ ഈസ് ഓൾസോ റീമാൻ ഇന്റഗ്രബിൾ. അത് കറക്റ്റ് ആണ്, നമ്മൾ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള റിസൾട്ട് ആണ്. ഇനി എവരി റീമാൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. തെറ്റാണ്. നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുത്താൽ മതി. സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് അല്ല, പക്ഷെ അത് എന്താണ്? റീമാൻ ഇന്റഗ്രബിൾ ആണ്. ഓക്കെ. ഇനി എവരി ബൗണ്ടഡ് ഫംഗ്ഷൻ ഈസ് റീമാൻ ഇന്റഗ്രബിൾ. അതും തെറ്റാണ്. ഈ ഫംഗ്ഷൻ -1 വരുന്ന ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടഡ് ആണ്, പക്ഷെ ഇത് എന്തല്ല? റീമാൻ ഇന്റഗ്രബിൾ അല്ല. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ഈ ഒരു 10 പ്രോബ്ലത്തിൽ നമുക്ക് നോക്കുവാണെങ്കിൽ എന്താണ്? ഈ എൽ ഹോസ്പിറ്റൽ റൂള് ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് ഇന്റഗ്രേഷൻ്റെ ഏതെങ്കിലും ഉറപ്പായിട്ടും വരും. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് ഒന്നെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ചായിരിക്കും, അല്ലെങ്കിൽ വേരിയബിൾ സെപ്പറബിൾ വെച്ചായിരിക്കും ചെയ്യേണ്ടത്. ദെൻ വരുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞതുപോലെ അനലിറ്റിക് ആണോ? ഇത് ഏതാണ്? ഹാർമോണിക് കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഇന്റഗ്രൽ കോഷീസ് ഇന്റഗ്രൽ വെച്ച് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒന്നാണ്. അതുപോലെ നമ്മൾ പറഞ്ഞതാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി, റിമൂവബിൾ സിംഗുലാരിറ്റി, പോളൊക്കെ നമ്മൾ ഏതാണ്? ടൈലർ സീരീസ് എക്സ്പാൻഷൻ വെച്ച് ചെയ്യുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു കൗണ്ടബിലിറ്റി ഷുവർ ആയിട്ടും വരേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് വരാം. അബ്സല്യൂട്ട്ലി കൺവേർജൻസും വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെയുള്ളതാണ് റീമാൻ ഇന്റഗ്രബിളിന്റെ ഒരു ക്വസ്റ്റ്യനും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ടൈപ്പിൽ തന്നെ വരാനാണ് സാധ്യതകൾ കൂടുതലും. അപ്പം നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമന്റ് ഇടുക, നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത്. അതനുസരിച്ച് വേണം നമുക്ക് കൂടുതൽ മോഡൽ പ്രോബ്ലംസ് ഇനിയും ഇതുപോലെ എടുക്കാനായിട്ട്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഏതാണ് വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക. കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നും കൂടി നമുക്കറിയണം. അതിനുവേണ്ടി കൂടിയാണ്. അപ്പം ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കുറച്ച് ഫ്രീ ടെസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അല്ലാത്തത് പെയ്ഡ് എക്സാംസ് ആണ്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.